കെ.പി. നൗഷാദ് അലി, ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ഹ്യൂമിലിയേഷനാണ്. ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ എക്കോണമിയാണ്. ഇന്ത്യ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഇന്ത്യൻ പൗരന്മാരെ മാടുകളെ കൈകാര്യം ചെയ്യുന്നതിലും മോശമായി അമേരിക്ക കൈകാര്യം ചെയ്യുന്നു. ട്രംപ് ഇന്ത്യക്കാരോട് നന്നായി പെരുമാറണം എന്ന കാര്യത്തിൽ ഒരു തരത്തിലും കൺവിൻസ്ഡ് അല്ല. അവരത് കെയർ ചെയ്യുന്നേയില്ല. അപ്പോൾ ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ ഇന്ത്യക്കാർക്കെല്ലാം മുറിവേൽക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ വേറെയും. എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് ഇതിനോട് പ്രതികരിക്കാൻ പോലും അല്ലെങ്കിൽ ഇതിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? വളരെ വളരെ റെലവൻ്റായ ഒരു ചോദ്യമാണ് അഭിലാഷ് ചോദിച്ചത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ബലഹീനത പറഞ്ഞല്ലോ. നമ്മളിങ്ങനെ അല്ലാത്തൊരു രാജ്യമായിരുന്നല്ലോ. നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടി ഈ രാജ്യം ബാലാരിഷ്ടതകളിൽ പിച്ചവെക്കുന്നൊരു കാലത്ത് വൻശക്തികളെ നാറ്റോ സഖ്യം ഉണ്ടാക്കുന്നു, വാഴ്സ ഉടമ്പടി ഒപ്പിടുന്നു. ആ കാലത്ത് മാർഷൽ ടിറ്റോനെയും ജമാൽ അബ്ദുൽ നാസറിനെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഈ ലോകത്തൊരു ചേരിചേരാൻ നയമുണ്ടാക്കി ലോകത്തിന് നേതൃത്വം കൊടുത്തൊരു രാജ്യമാണ് ഇന്ത്യ. അത് കഴിഞ്ഞ് നമ്മുടെ ബംഗ്ലാദേശ് യുദ്ധകാലമൊക്കെ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അത്തരത്തിലുടനീളം വാജ്പേയിയുടേത് ഉൾപ്പെടെയുള്ള കാലത്തൊക്കെ ഇന്ത്യ മുന്നോട്ട് പോയ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് ഇന്ത്യ പ്രതികരിക്കുകയാണ്. അപ്പോൾ BJPക്കാരെതിരെ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് BJP പ്രവർത്തകർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറയുന്നതിനോടൊക്കെ അവർക്ക് എതിർപ്പുണ്ട്. അവരൊക്കെ യഥാർത്ഥം വിശ്വസിച്ച് ഈ പാർട്ടിയുടെ പിറകെ കൂടിയ ആളുകളാണ്. പക്ഷേ ഈ പാർട്ടിയുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിലുള്ളൊരു ഗവേണിംഗ് ബോഡി, അത് ഇവിടെയും അതിൻ്റെ സാമന്തന്മാരുടെ ഗവേണിംഗ് ബോഡികളുണ്ട്. അവരൊക്കെ കോർപ്പറേറ്റ് അജണ്ടകളുള്ളവരാണ്. ഗാസയെ ഒരു കടൽ തീര ടൂറിസം കേന്ദ്രമായിട്ട് വികസിപ്പിക്കണം എന്നതുപോലെ ലക്ഷദ്വീപിനെയും വികസിപ്പിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സ്വത്വ പ്രതിസന്ധിയിൽ BJP എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളും അവർ സോക്കോൾഡായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ദേശീയവാദവും വലിയ രാജ്യസ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, ഇതുമായിട്ട് വലിയൊരു വൈരുദ്ധ്യത്തെയാണ് ആ പാർട്ടി നേരിടുന്നത്. തീർച്ചയായിട്ടും BJPയുടെ 10,000-കണക്കിന് അടികൾ ഈ പാർട്ടിയുടെ ഈ നിലപാടിനോട് വലിയ വിയോജിപ്പുള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും അഭിലാഷ്, ഇവിടെ നമ്മൾ ഈ ആഗോള രാഷ്ട്രീയത്തിൽ നിന്ന് ഇടപെടുക തന്നെ വേണം. കാരണം ഈ ചൈനയൊക്കെ ഏകദേശം അമേരിക്കക്കൊക്കെ തുല്യമായ ഒരു ശക്തിയായിട്ട് 5Gയിലായാലും AI-യിലായാലും അതുപോലെ തന്നെ ബൗദ്ധിക സ്വത്തവകാശ കാര്യത്തിലായാലും സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ ചൈന ഇന്നൊരു ഭീമനായി വളരുന്നുണ്ട്. അവരുടെ റഡാറിന് കീഴിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ലോകം മറ്റൊരു ധ്രുവങ്ങളിലേക്കൊക്കെ നീങ്ങുമ്പോൾ ട്രംപിനെ പോലെ ഒരു അവിവേകിയൊക്കെ ഭരണാധികാരിയായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ അത് ലോകത്തെ നമ്മളിതുവരെ കാണാത്ത പ്രീസിഡൻസുകളില്ലാത്ത വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് ട്രംപിനെ കൂച്ചുവിലങ്ങിടേണ്ടത് ലോകത്തെ മനുഷ്യസ്നേഹികളുടെയൊക്കെ ആവശ്യമാണ്. ഇതിന് മതവും രാഷ്ട്രീയമൊന്നും അല്ല ഇതിനുള്ളത്. ഇതൊക്കെ വലിയൊരു ഗ്ലോബൽ പൊളിറ്റിക്സ് നൂറ്റാണ്ടുകളുടേതുണ്ട്. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താനുള്ള ധാർമ്മിക ബാധ്യത ഈ രാജ്യത്തിനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുക വയ്യ എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും ഈ വലിയ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇപ്പോൾ 18,000 പേരെ ഇവർ അമേരിക്ക ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. 18,000-ത്തിലൊന്നും ഒതുങ്ങില്ല അഭിലാഷ. ഇത് ട്രംപ് അദ്ദേഹത്തിൻ്റെ നയമായിട്ട് മുന്നോട്ട് പോയ 7.5 ലക്ഷം ഇന്ത്യക്കാർക്ക് തിരിച്ചു വരേണ്ടി വരും. ട്രംപിന് ഈ BJPക്ക് ഈ പറഞ്ഞ നിലപാടൊന്നും ദീർഘകാലം ആവർത്തിക്കാൻ കഴിയില്ല. ഇവരൊക്കെ അപരാധികളാണ്, കുറ്റവാളികളാണ് എന്നൊക്കെ. അതൊക്കെ ആളുകളുടെ പ്രവാഹം ഇങ്ങ് വരുമ്പോൾ തീർച്ചയായിട്ടും BJPക്കെതിരായിട്ട് വലിയൊരു ജനരോഷം അവർ ഈ നിലപാട് ട്രംപിന്റെ നയങ്ങൾ എന്തൊക്കെയാണ് ഇനി ലോകത്തിന് കാത്തുവെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇനി ഇന്ത്യക്കാർക്ക് കാത്തുവെച്ചിരിക്കുന്നത്, നമ്മൾ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.